അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബാങ്ക് കൊടുക്കണമെന്ന് പഠിച്ചല്ലേ? എന്തിനു വേണ്ടിയാ ബാങ്ക് കൊടുക്കാൻ പറഞ്ഞു? 5 വക്ത് ഫർള് നിസ്കാരങ്ങൾക്ക് വേണ്ടി ബാങ്ക് കൊടുക്കണം. ബാങ്ക് മിക്കവാറും സുന്നത്താണ്. ആർക്കാ പറയുന്നത്? പുരുഷന്മാർ. സ്ത്രീകൾക്ക് മാത്രമേ സുന്നത്തുള്ളൂ. അങ്ങനെ നമ്മൾ എത്ര വരെ ബാങ്ക് പഠിച്ചു? ഹയ്യ അലൽ സ്വലാത്ത് വരെ പഠിച്ചല്ലേ? എത്ര വരെ പഠിച്ചു? ഹയ്യ അലൽ സ്വലാത്ത് വരെ നമ്മൾ എന്താക്കി? ബാങ്ക് പഠിച്ചു. ഓർമ്മയുണ്ട്? അത്ര വരെ എല്ലാവർക്കും ബാങ്ക് കൊടുത്തു വയ്ക്കേ.
എക്സസൈസ് ആണ്. നമ്മുടെ നിസ്കാരങ്ങള് നമ്മൾക്ക് എന്താണ്? എക്സസൈസ് ആണ് അല്ലെ? കൈകാലം ശരിക്കാൻ എത്തുന്നില്ലേ? അപ്പൊ എന്താവും? ബ്ലഡ് സർക്കുലേഷൻ എല്ലാം സുജൂദിൽ പോകുമ്പോഴെല്ലാം ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകും. അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പൊ അതിനെന്താ നല്ലത്? രാവിലെ എഴുതിക്ക് നോക്കുമ്പോഴേ നടക്കുന്നതിനേക്കാൾ നല്ലത് പരുക്ക് നല്ല വാങ്ങി ഒന്നോട്ട് നിസ്കരിക്കുക. പിന്നെ പരുക്ക് തന്നെ എന്താക്കുക? അടിക്കേണ്ടത് അടിച്ചാൽ തന്നെ ഏകദേശം എക്സസൈസ് ആയി. പിന്നെന്താക്കണ്ട? നോക്കുമ്പോഴേ നടക്കണ്ട. അങ്ങനെ നടക്കുന്നതിന് പ്രശ്നം നടക്കാം. നിസ്കരിക്കലെ കൊണ്ട് നമുക്ക് എന്താവും? എക്സസൈസ് ആവും. ഇനി പിന്നെ എന്ത് വേണം? ബാങ്ക് കൊടുക്കുമ്പോ ഉണ്ടാതിരിക്കണം, സംസാരിക്കാൻ പാടില്ല. വിഷമയം പറ്റുമോ? ഖുർആൻ വരെ ഓടാൻ പാടില്ല. ബാങ്ക് കൊടുക്കുമ്പോ ബാങ്കിനെ ബഹുമാനിക്കപ്പെട്ടതായത് ബാങ്ക് കൊടുക്കുമ്പോ ഖുർആൻ വരെ അടച്ചു വെച്ചിട്ട് ഉണ്ടായിരിക്കണം. നമ്മളെന്താക്കി ബാങ്കിന്റെ മുസാഫിന്റെ എന്താക്കും? ഉപ്പ ചോക്ലേറ്റ് വേണമെന്ന് അറിയും. പിന്നെ ഫ്രണ്ട് സ്കൂളിന് മുട്ടായി വാങ്ങി അതെല്ലാം പറയും അല്ലെ? ബാങ്ക് കൊടുക്കുമ്പോ അങ്ങനെ പാടില്ല. പിന്നെ ബാങ്ക് കൊടുക്കുമ്പോ ഖുർആൻ ഓതാതെ പാടില്ലാണെങ്കിൽ വിഷയം പറയാൻ പറ്റുമോ? ഇല്ല. ഇതാക്കാൻ പാടില്ല, സംസാരിക്കാൻ ഉണ്ടാതെ ഇരിക്കണം. പിന്നെ നമ്മൾ മുസ്ലിങ്ങൾ മാത്രമല്ല, ഹിന്ദുക്കൾ വരെ നമ്മളെക്കാളും ബാങ്ക് കൊടുക്കുമ്പോ അവർ ബഹുമാനിക്കുന്നു. ബാങ്കിന് അവരെന്താക്കും? ഇല്ലാതെ അനങ്ങാതെ വെക്കും. അങ്ങനെ ഒരുപാടുണ്ട്. അങ്ങനെ കുറയാറുണ്ട്. ആരെങ്കിലും നമ്മളെ പാവക്കും വിഷം വരില്ലേ? എല്ലാവരും വിഷം വരരുത്. അതിനാർക്കും ഉണ്ടാതെ ഇരിക്കും. ബാങ്ക് സുബി ബാങ്ക് പ്രത്യേകം പറയേണ്ടത് ഏതാണ്? സുബി ബാങ്ക് പ്രത്യേകമായിട്ട് പറയേണ്ടത് ഏതാണ്? എപ്പോഴാ പറയേണ്ടത്? സുബി ബാങ്ക് എപ്പോഴാ പറയേണ്ടത്? ഹയ്യ അലൽ ഫലാഹിന് ശേഷം. ഹയ്യ അലൽ ഫലാഹുണ്ട്, ഹയ്യ അലൽ ഫലാഹുണ്ട്. ഹയ്യ അലൽ ഫലാഹ് എന്ന് പറഞ്ഞാൽ എല്ലാവരും നിസ്കാരത്തിലേക്ക് വരി. ഹയ്യ അലൽ ഫലാഹ് എന്ന് പറഞ്ഞാൽ എല്ലാവരും വിജയത്തിലേക്ക് വരി. വിജയിക്കുക എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെത്തിയാലാണ് വിജയിക്കുക. സ്വർഗത്തിലെത്തിയാലാണ് വിജയിക്കുക. അപ്പൊ സ്വർഗത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ നിശ്ചയിക്കാൻ വരി എന്നാണ് ബാങ്കിലൂടെ എന്താക്കുന്നത്? പറയുന്നത്. ബാങ്കിന് പഠിക്കൂലല്ലാതെ